കേരള രാഷ്ട്രീയത്തിൽ ടീച്ചറമ്മ എന്ന പ്രതിച്ഛായയുമായി CPM-ന്റെ കരുത്തുറ്റ മുഖമായി നിന്നിരുന്ന കെ ശൈലജയ്ക്കെതിരെ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നുണകൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് രീതിയുടെ വാക്താവാണ് ശൈലജ ടീച്ചർ എന്നും അവരുടെ പ്രതിച്ഛായ വെറും PR നിർമ്മിതമാണെന്നും രാഹുൽ ആരോപിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം വെറും ഒരു ക്രെഡിറ്റ് പോരാട്ടത്തിനപ്പുറം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളുടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കവെ കെ ശൈലജ നടത്തിയ പരാമർശമാണ് ഈ വാക്പോരിന് ആധാരം. തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണ് എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെയാണ് ചരിത്രപരമായ വസ്തുതകൾ നിരത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുന്നത്. 2005-ൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കിയത്. സോണിയാഗാന്ധി അധ്യക്ഷയായ നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ കഠിനാധ്വാനമായിരുന്നു ഇതിന് പിന്നിൽ. കോൺഗ്രസ് കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരു പദ്ധതിയെ സ്വന്തം പാർട്ടി അക്കൗണ്ടിൽ ചേർക്കാൻ ശൈലജ ടീച്ചർ കാണിക്കുന്ന മനസ്താപമില്ലായ്മ പച്ചയായ രാഷ്ട്രീയ വഞ്ചനയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് കെ ശൈലജയെ ഒരു ഫേക്ക് നേതാവായി ചിത്രീകരിച്ചതാണ്. സോഷ്യൽ മീഡിയയും PR ഏജൻസികളും ചേർന്ന് നിർമ്മിച്ചെടുത്ത ഒരു മിഥ്യാരൂപമാണ് അവർ എന്ന കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നിപ്പ കാലത്തും കോവിഡ് കാലത്തും നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് പൂർണ്ണമായും PR ഏജൻസികൾ വഴി ശൈലജ ടീച്ചർ കൈക്കലാക്കിയെന്നും ഇതിൽ താഴെത്തട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വിസ്മരിക്കപ്പെട്ടുവെന്നും UDF കാലാകാലങ്ങളായി ആരോപിക്കുന്നുണ്ട്. പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും രാഹുൽ പരിഹസിക്കുന്നു. പഴയകാല നേതാക്കൾക്ക് കുറച്ചുകൂടി വിവരം ഉണ്ടായിരുന്നുവെന്നും പുതിയ തലമുറ പച്ചയ്ക്ക് കള്ളം പറയുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കിയിലെ മുതിർന്ന നേതാവ് MM മണിയുടെ രാഷ്ട്രീയ ശൈലിയുമായി കെ ശൈലജയെ രാഹുൽ താരതമ്യം ചെയ്തു. മാണി തന്റെ വാക്കുകൾ പരുക്കൻ ഭാഷയിൽ നേരിട്ട് പറയുന്നുവെങ്കിൽ ശൈലജ അത് സ്നേഹത്തിന്റെ പുതപ്പിനുള്ളിൽ പൊതിഞ്ഞാണ് അവതരിപ്പിക്കുന്നതെന്നാണ് രാഹുലിന്റെ കണ്ടെത്തൽ. സർക്കാരിന്റെ പെൻഷൻ വാങ്ങിയിട്ട് സർക്കാരിന് വോട്ട് ചെയ്തില്ലെങ്കിൽ അത് നന്ദികേടാണെന്ന് MM മണി പറഞ്ഞത് കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് പാവപ്പെട്ട അമ്മമാരോട് ശൈലജ ടീച്ചർ പറയുന്നത്. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പാർട്ടിയുടെ ഔദാര്യമാണെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സാധാരണക്കാരുടെ നിസ്സഹായതയെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ചൂഷണം ചെയ്യുകയാണ് CPM ചെയ്യുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഓണത്തിന് ബോണസും അലവൻസും നൽകുന്നത് LDF സർക്കാർ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം ആനുകൂല്യങ്ങൾ ഇല്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞതിനെയും രാഹുൽ ചോദ്യം ചെയ്തു. ഓരോ സംസ്ഥാനത്തിനും അവരുടെ സാംസ്കാരികമായ പ്രത്യേകതകൾ അനുസരിച്ച് വിവിധ ഉത്സവകാല ആനുകൂല്യങ്ങൾ നിലവിലുണ്ട്. കേരളത്തിൽ ഇത് എല്ലാ സർക്കാരുകളും ചെയ്തു വരുന്ന ഒന്നാണെന്നിരിക്കെ ഇടതുപക്ഷം മാത്രം ചെയ്യുന്ന ഒന്നായി ഇതിനെ ചിത്രീകരിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇത്തരം നുണകളിലാണെന്ന രൂക്ഷമായ ആരോപണമാണ് രാഹുൽ ഉയർത്തിയത്. ചരിത്രത്തെ വളച്ചൊടിക്കാനും മറ്റുള്ളവരുടെ പദ്ധതികൾ സ്വന്തം പേരിൽ മാറ്റിവെക്കാനും പാർട്ടി മെഷീനറി ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. നുണകൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ അത് സത്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ CPM-ന് സാധിക്കുന്നുണ്ടെന്നും ശൈലജ ടീച്ചർ അതിന്റെ പുതിയ കാലത്തെ മികച്ച ഉദാഹരണമാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് വന്നതോടെ സൈബർ ലോകത്തും പോരുമുറുകി. ശൈലജ ടീച്ചറെ അനുകൂലിക്കുന്നവർ രാഹുലിന്റെ ഭാഷാ പ്രയോഗത്തെ ചോദ്യം ചെയ്യുമ്പോൾ UDF അനുയായികൾ വസ്തുതകൾ നിരത്തി ടീച്ചറെ ട്രോളുകയാണ്. വടകര തിരഞ്ഞെടുപ്പ് കാലത്ത് ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളും കാഫിർ പോസ്റ്റ് വിവാദവും ഒക്കെ ഈ ചർച്ചയിൽ വീണ്ടും കടന്നു വരുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം വാഗ്വാദങ്ങൾ കേരളത്തിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. കെ ശൈലജയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത് വഴി ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പാലക്കാട്ടെ വിജയത്തോടെ കോൺഗ്രസിന്റെ പ്രധാന ശബ്ദമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ CPM-ന്റെ ഓരോ പ്രചാരണത്തെയും വസ്തുതകൾ വെച്ച് നേരിടുക എന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നും ജനക്ഷേമമാണ് മുഖ്യമെന്നും അവകാശപ്പെടുന്ന ഭരണകൂടം ജനങ്ങളെ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം വെറും വാക്കേറ്റമല്ല, മറിച്ച് ചരിത്രബോധമുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ കള്ളങ്ങൾ എത്രകാലം നിലനിൽക്കുമെന്ന പരീക്ഷണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ഫേക്ക് നേതാവ് എന്ന പ്രയോഗം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്. സത്യവും മിഥ്യയും തിരിച്ചറിയേണ്ടത് പ്രബുദ്ധരായ ജനങ്ങളാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ ചർച്ച അവസാനിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കടുത്ത വിമർശനങ്ങൾക്കും വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾക്കും കൃത്യമായ രാഷ്ട്രീയ മറുപടിയായാണ് CPM നേതൃത്വവും സൈബർ വിഭാഗവും രംഗത്തെത്തിയത്. കെ ശൈലജ എന്ന നേതാവ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വളർന്നതാണെന്നും അല്ലാതെ PR ഏജൻസികൾ സൃഷ്ടിച്ചതല്ലെന്നും പാർട്ടി വ്യക്തമാക്കുന്നു. CPM മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രതിരോധങ്ങൾ ഇവയാണ്. തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് വിഭാവനം ചെയ്തതാണെങ്കിലും അത് നടപ്പിലാക്കാൻ ഒന്നാം UPA സർക്കാരിന്റെ മേൽ ഇടതുപക്ഷം ചെലുത്തിയ ശക്തമായ സമ്മർദ്ദത്തെ CPM അടിവരയിടുന്നു. ഇടതുപക്ഷത്തിന് പിന്തുണയില്ലാതെ കോൺഗ്രസിന് അത്തരം ഒരു ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ലായിരുന്നുവെന്നും അവർ വാദിക്കുന്നു. കെ ശൈലജയ്ക്ക് ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും മാധ്യമ പ്രശംസകളും PR നിർമ്മിതിയാണെന്ന ആരോപണവും ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് പാർട്ടി ആരോപിക്കുന്നു. കോവിഡ് കാലത്തെ ടീച്ചറുടെ പ്രവർത്തനം ലോകം അംഗീകരിച്ചതാണെന്നും അതിന് രാഹുലിനെ പോലെയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും നേതാക്കൾ മറുപടി നൽകി.
എം മാണിയുമായുള്ള താരതമ്യം സ്ത്രീവിരുദ്ധവും തരം താഴ്ന്നതുമാണെന്നും CPM കുറ്റപ്പെടുത്തി. വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയാണിതെന്നും രാഹുലിന്റെ ഭാഷാ പ്രയോഗം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നതെന്നും CPM നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കുറച്ചു കാണിക്കാനുള്ള UDF ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വിവാദങ്ങളെന്നും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുമെന്നുമാണ് CPMന്റെ ഔദ്യോഗിക നിലപാട്.